ഉത്സവമായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഉത്സവമായിരുന്നു. അയ്യോ, പള്ളിയിൽ പിറന്നാളല്ലേ വരുന്നത്, പള്ളിയിൽ ഉത്സവമല്ല വരുന്നത്, അമ്പലത്തിലെ ഉത്സവം വരുന്നത്. എന്നാ വലിയ പെരുന്നാൾ വന്നു. ഞങ്ങളുടെ അമ്പലത്തിലെ 10 ആനയുണ്ട്. ആനനെ ഓടിച്ചിട്ടാ. ആഹാ, എല്ലാരും നല്ല കുട്ടികളായിട്ട് കഥ കേൾക്കുവാണല്ലോ. കഥ കേട്ടോട്ടോ. ആരാ കഥ പറയുന്നത്? ലക്ഷ്മിക്കുട്ടിയാണോ? എന്നാ പറഞ്ഞോട്ടോ, ടീച്ചർ ഇപ്പൊ വരാം. ഇനി ഞാൻ പെരുന്നാളിന്റെ കഥ പറയാം. ഞങ്ങൾ ഉത്സവത്തിൽ പോയി ലിറ്റി കൃഷ്ണനെ മേടിച്ചു. ഞങ്ങളുടെ അച്ഛ വലിയ ജീപ്പ് മേടിച്ചല്ലോ, കളിക്കണ ജീപ്പ്. അടിയാ ജീപ്പ് എനിക്ക് തരുവോ? മുട്ടക്ക് തരൂല. നിങ്ങളെ നല്ല പിടിച്ചോ, ഞാൻ പിന്നെ സ്ലൈഡിൽ കയറാൻ പോവാ. ടീച്ചർ വരുമ്പോ കിട്ടിക്കോളും. കളിക്കേണ്ട സമയത്ത് മാത്രമേ ഇത് കേറാൻ പാടുള്ളൂ. പിള്ളേ പോ പപ്പി. അയ്യോ, എന്തൊരു മണം. അയ്യേ, ശരിയാ, ഭയങ്കര മണം. അയ്യേ, എനിക്ക് അറിഞ്ഞൂടാ. ലക്ഷ്മിക്കുട്ടി നീയാണോ? അയ്യോ, ഞാനല്ല. പിന്നെ ആരാ? ടീച്ചറെ ഓടി വാ ക്ലാസ് റൂമിൽ അപ്പി. ടീച്ചർ ഇപ്പൊ മര്യാദക്ക് ചോദിച്ചത് ആരാ ഇട്ടേ? അതെ അതെ, ഞാൻ സ്ലൈഡിലായിരുന്നു. മക്കളെ, അയ്യ എന്തൊരു നാറ്റം. അയ്യേ, ഇത് ആരാ ഇട്ടേ? നേരാണല്ലോ. ടീച്ചറെ, ഞാനും ഡുണ്ടും കൂടി സ്ലൈഡിൽ കളിക്കുമായിരുന്നു. അപ്പൊ ഒരു മണം വന്ന് നോക്കിയപ്പോ അവിടെ അപ്പി കിടക്കണം. ഞങ്ങളല്ല, അവിടെ നിന്നത് കേശു, ലല്ലു, പിന്നെ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയും പിന്നെ ഈ ചൊക്കിയും ഉണ്ടായിരുന്നു. അവരാരോ ഇട്ടേ. ഇതാരാ ചെയ്ത പിള്ളേരെ? ആരാണെങ്കിലും പറഞ്ഞോ. ടീച്ചറിനോട് പറയണ്ടേ നിങ്ങൾക്ക് അപ്പിടാൻ മുട്ടുമ്പോ? ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ പണി കാണിച്ചേ? ആരാ ചെയ്ത? വേഗം പറ. പിന്നെ ആരാ? കേശു, ഒന്ന് തിരിഞ്ഞേ. സത്യാണോ കള്ളാണോ ഞാൻ നോക്കട്ടെ. ആദ്യം നീ തിരിഞ്ഞ, നിന്റെ പാന്റ് നനഞ്ഞിരിപ്പുണ്ടോ നോക്കട്ടെ. നിർത്ത്, നീ കാര്യമുണ്ട്. നിനക്ക് എന്നോട് പറയാനില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന്? 1 or 2 എന്ത് ആവശ്യം ഉണ്ടെങ്കിലും. എന്നിട്ട് നിങ്ങൾ എന്താ മിണ്ടാത്തെ? എന്നിട്ട് നുണയും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും നുണ പറയാൻ പാടില്ല, കേട്ടത്? ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കേ. അയ്യോ,